പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമസ്ത രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ. സമസ്ത രൂപീകരിച്ചത് ഒരു പൊതു ഇസ്ലാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിന്റെ പൗഡറിട്ട ദഅവത്തിന് വേണ്ടിയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടി പാർലറിൽ പോയ ഒരു ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടിയല്ല സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഴച്ചു പോയ കക്ഷികൾ ആരൊക്കെയാണ് എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. വഹാബിസം ബിദ്അത്താണെന്ന് പറഞ്ഞു. ലോകരാജ്യങ്ങളും റാബിത്ത വരെ പറയുന്നതിന് മുമ്പ് ഖാദിയാനിസം പഴച്ച കക്ഷിയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് സമസ്ത പറഞ്ഞു. മൗദൂദിസം ബിദ്അത്താണെന്ന് പറഞ്ഞു. തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഒരുപാട് കള്ളത്തരീക്കത്തുകൾ പഴച്ചതാണെന്ന് പറഞ്ഞു. പല ആളുകൾക്കെതിരെ ബഹുമാനപ്പെട്ട സമസ്ത നടപടി സ്വീകരിച്ചു. ചില ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കി. വലിയ വലിയ ആളുകളെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും സമസ്ത ഇടപെട്ടിട്ടുണ്ട്. സമസ്തയുടെ വിശ്വാസത്തിനും സുന്നത്തെ ജമാഅത്തിന്റെ വഴിക്കും സമസ്തയുടെ തീരുമാനത്തിനും എതിരായി അബുൽ കമാൽ കാടേരി ഉസ്താദ് മഹാപണ്ഡിതനായിരുന്നില്ലേ? കാടേരി ഉസ്താദിനെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അത് സമസ്ത പറഞ്ഞപ്പോ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, സ്വയം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരെ തിരുത്തി. പല ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സമസ്തക്കൊരു റൂട്ടുണ്ട്. അതിനെതിരായി വന്നാൽ സമസ്ത പറയും, തിരുത്തും. അവിടേക്ക് നിങ്ങൾ പോകരുതെന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തും. ഇത് സമസ്തയുടെ ഉത്തരവാദിത്തമല്ലേ? അത് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, CIC-ക്കെതിരെ സമസ്ത നടപടി സ്വീകരിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എടുത്തയാട്ടം കൊണ്ട് ചെയ്തതല്ലല്ലോ. സമസ്ത അതിന്റെ തണലിൽ വളർന്നതാണ് CIC വാഫി വഫിയ സംവിധാനം. ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം, എന്റെ ശബ്ദം കേൾക്കുന്നവർ. ഇത് ഇനിയും ഒരുപാട് ആൾ കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ വിനയത്തോടുകൂടെയാണ് പറയുന്നത്, വികാരത്തോടുകൂടെയല്ല. ഞങ്ങൾ ആരും ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പൊളിക്കാൻ വന്നവരല്ല. ഇന്ന് അതല്ലേ പ്രചരിപ്പിക്കുന്നത്? അസൂയയാണ്. ഒരു ലോകോത്തര വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വന്നപ്പോൾ അതിനെ പൊളിക്കാനുള്ള അസൂയയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെയല്ല. ഇതിനെ പൊളിക്കാൻ വന്നവരാണ് അബ്ദുൽ ഹമീദ് ഫൈലി എന്ന് നിങ്ങൾ പറയുന്നു. ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദിന്റെ മകൻ വാഫിയാണ്, മകൾ വഫിയയാണ്. ഈ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവർ 8 കൊല്ലം മകനെ വാഫിക്ക് പഠിപ്പിച്ചത്, 5 കൊല്ലം മകളെ വഫിയക്ക് പഠിപ്പിച്ചത്. അവരാ ബിരുദം നേടിയത്. വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയാണ്. സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ പലരുടെയും മക്കള്, മരുമക്കള്, പേരക്കുട്ടികള് വാഫികള്, വഫിയകള്. ഞങ്ങളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാ. ഞാന് ഒരു വഫിയ കോളേജിന്റെ കമ്മിറ്റിയിലും ആ സ്ഥാപനത്തിന് വേണ്ടി പിരിവെടുക്കാനും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാളികാവ് PG ക്യാമ്പസിന് വേണ്ടി പിരിവെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ഈ സംവിധാനത്തിന്റെ കൂടെ നിന്നവരാ. കാരണം സമസ്തയുടെ കീഴിൽ അതുണ്ടായത്, സമസ്തയുടെ ആശീർവാദത്തിലാ. സമസ്തയുടെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായി 2 വിദ്യാഭ്യാസവും പഠിച്ച മക്കൾ വളർന്നു വരട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ ചില പ്രതിസന്ധികളും അപകടങ്ങളും മണത്തപ്പോ അതിനെ വർഷങ്ങൾക്ക് മുമ്പേ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായതല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, 25 കൊല്ലം മുമ്പുള്ള വേട്ടയാണ്. വേട്ടയാണ് എന്ന് ഉസ്താദെ നിങ്ങൾക്ക് തോന്നിയതാണ്, വേട്ടയല്ല. നിങ്ങളുടെ ചില പ്രഭാഷണങ്ങളും നിങ്ങളുടെ ചില വിശ്വാസങ്ങളും അന്ന് മുതലേ ഉസ്താദുമാര് തിരുത്താൻ ശ്രമിച്ചതാണ്. അതിന് വേട്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞാനത് വഴിയെ പറയാം. 2013 മുതൽ ഈ പുതിയ പ്രതിസന്ധിയുടെ തുടക്കം കുറിക്കുന്നുണ്ട്. 2013 മുതൽ. അതിന് കാരണം എന്താണെന്നറിയാം? ചരിത്രം കുറച്ചൊക്കെ നമുക്കറിയാം. എന്നാലും ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംവിധാനം രൂപപ്പെടുന്നത്. ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിൽ ബുദ്ധിപരമായി നീക്കം നടത്തിയ ആളുകളാ. അങ്ങനെ അവിടെ ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം ഒരു പ്രതിസന്ധി വന്നപ്പോ യോഗം ചേർന്ന് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ഒരേ ഒരു അജണ്ടക്ക് വേണ്ടി യോഗം ചേർന്നു 2013 ഒക്ടോബർ 24. എന്താ പ്രശ്നം? വാഫി സർട്ടിഫിക്കറ്റിൽ, അന്ന് വഫിയ ഇല്ല, വാഫി സർട്ടിഫിക്കറ്റിൽ തഹത്ത ഇസ്രാഫി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്തയുടെ കീഴിൽ എന്ന് ചേർക്കണം. 3 തീരുമാനങ്ങളെടുത്തു. 1, രണ്ടാമത്തത് വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചായിരിക്കണം അതിന്റെ ഹെഡ് ഓഫീസ്, പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടെ. 3ാമത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മർക്കസിൽ നിന്നാവണം. ഇത് അന്ന് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം.
ഈ തീരുമാനം പിന്നീട് 2017 ഓഗസ്റ്റ് 6-നാണ് സനദ് ദാനം നടക്കുന്നത്. പക്ഷെ ഇത് പാലിക്കപ്പെട്ടില്ല. ഇത് സമസ്തയുടെ കീഴിൽ നിന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതിയില്ല. ഇത് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു, തങ്ങളുടെ ശ്രദ്ധയിൽ നേതാക്കൾ പെടുത്തി. 2018 ജനുവരി 10-ന് പാണക്കാട് സയ്യിദ് അയ്യദ് അലി ശിഹാബ് തങ്ങൾ ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിക്ക് ഒരു കത്തെഴുതി. ഞാൻ അദ്ദേഹത്തോട് ബഹുമാനത്തോടുകൂടെയാണ് പറയുന്നത്, അനാദരിച്ചുകൊണ്ടല്ല. എന്താണ് തങ്ങൾ കത്തെഴുതിയത്? ഹക്കീം ഫൈലിക്ക്, അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിക്ക് ഈ വിഷയം പറഞ്ഞു. തങ്ങൾ ഇങ്ങനെ സമസ്തയുടെ കീഴിൽ നിന്ന് തഹ്താശ്രാഫി സമസ്ത എന്ന് നാം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. 2017 ഓഗസ്റ്റ് 6-ന് മർക്കസിൽ വെച്ച് നൽകിയ സർട്ടിഫിക്കറ്റിൽ ഇത് ചേർത്തു കണ്ടില്ല. എന്തുകൊണ്ട്? ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വാഫി വഫിയ പ്രസ്ഥാനം മർക്കസിൽ നിന്നുണ്ടായതല്ലേ? ആ കോഴ്സ് തേടി വരുന്നവർക്ക് മർക്കസാണ് അംഗീകാരം നൽകേണ്ടത്. തേടി വരുന്നവരിൽ ഏതാനും പേരെ ചേർത്തുണ്ടാക്കിയ കമ്മിറ്റിയോ താങ്കളോ അല്ല. അതിനാൽ വാഫി വഫിയ കോളേജുകളുടെ കേന്ദ്ര കമ്മിറ്റി മർക്കസ് കമ്മിറ്റി ആവണം, CIC അല്ല. ദാറുൽ ഹുദ പോലെ, ജാമിയ ജൂനിയർ പോലെ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന് ഉദാഹരണവും പറഞ്ഞു. പക്ഷേ അതിന് മറുപടി കൊടുത്തെന്താ? ഏറെയൊക്കെ 2 മാസത്തോളമായപ്പോൾ ഒരു മറുപടി ബഹുമാനപ്പെട്ട വളാഞ്ചേരി മർക്കസിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അയ്യദ് അലി ശിഹാബ് തങ്ങളുടെ പവിത്ര സമക്ഷത്തിങ്കലേക്ക് 10/1/2018 തങ്ങൾ ഒപ്പുവെച്ച കത്ത് കൈപ്പറ്റി. കത്തിൽ പറയുന്ന 1ഉം 2ഉം പ്രശ്നങ്ങൾ 5 വർഷം മുമ്പ് നടന്ന ചർച്ചയ്ക്ക് ശേഷം നല്ല നിലയിൽ അവസാനിച്ചതാണല്ലോ. എങ്ങനെ നല്ല നിലയിൽ അവസാനിച്ചത്? ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ? ഇത് അവരെഴുതി ഒപ്പിട്ട രേഖയല്ലേ? ഇതൊരു കളിയാക്കുന്നത് പോലെയുള്ള ചോദ്യമല്ല. അങ്ങനെയാണ് നമുക്കൊക്കെ തോന്നിയത്. അല്ല, വിനയത്തോടെ പറയാണ്. അന്ന് ഇതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായില്ല. പിന്നെ ഇപ്പൊ അതിന് മറുപടി എന്താ പറയാ? അത് കഴിഞ്ഞിട്ട് പിന്നെ CIC-യുടെ സർട്ടിഫിക്കറ്റിലെ ബഹുമാനോടെ തങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ അന്നുണ്ടായി എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ കുറെ മസലഹത്തുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലയിൽ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് ഇതിനെതിരല്ല. കാരണം മഹാന്മാരായ സാദാത്തുക്കളുടെ രീതി അങ്ങനെയാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത് അന്ന് മുതൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാരണം CIC വേറെ ഒരു ബോഡി, മർക്കസിനെ അതിൽ നിന്ന് ഒഴിവാക്കി. അതിനുവേണ്ടി ഒരു കമ്മിറ്റി, അതിനൊരു സ്വതന്ത്ര കമ്മിറ്റി. ഇതിനൊരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കിയത്, CIC-യെ സമസ്തയിൽ നിന്ന് വേർപെടുത്തണം, ആരുടെയും കീഴിലാവരുത്, സ്വതന്ത്ര ബോഡി ആവണം. അത് പിന്നീട് പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടതാണല്ലോ. അതാണ് ഇതിന്റെ തുടക്കം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം വന്നത് എന്താ? പെൺകുട്ടികളുടെ വിവാഹപ്രായം, വിവാഹ പ്രശ്നം. അതായത് വഫിയ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല, നിക്കാഹ് നടത്താൻ പാടില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചോദിക്കാണ്, ലോകത്ത് ഏതെങ്കിലും ഒരു കോഴ്സിന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ നിയമമുണ്ടോ? അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ, അതൊക്കെ നിങ്ങൾ ലോകം തിരിയുന്ന ആളുകളാണല്ലോ, വഫിയ സംവിധാനത്തിന്റെ ആളുകൾ. ലോകത്ത് അതിന് നമ്മുടെ വേണ്ട, മുസ്ലിം വിഭാഗത്തിന്റെ ഒന്നും വേണ്ട, ഏതെങ്കിലും അന്താരാഷ്ട്ര വലിയ വലിയ കോഴ്സുകൾ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നില്ലേ, യൂണിവേഴ്സിറ്റികളില്ലേ? പെൺകുട്ടികൾ പൈലറ്റുമാരാവാൻ പഠിക്കുന്നില്ലേ, ഡോക്ടർമാരാവാൻ പഠിക്കുന്നില്ലേ, എഞ്ചിനീയർമാരാവാൻ പഠിക്കുന്നില്ലേ, ഗവേഷണം ചെയ്യുന്നില്ലേ? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു കോഴ്സിന് കല്യാണം പാടില്ല എന്ന നിബന്ധന വെച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. ആരോ ഒരാൾ പറഞ്ഞ് ഏതോ ഒരു കോഴ്സിനുണ്ട് എന്ന്. വളരെ ഒറ്റപ്പെട്ട ഒരു കാര്യം. ഇവിടെ പറഞ്ഞത് എന്താ? സമസ്ത പറഞ്ഞത് കോഴ്സിന്റെ ഇടയിൽ എല്ലാ പെൺകുട്ടികളും കെട്ടിക്കണം എന്നല്ല. സമസ്ത ആവശ്യപ്പെട്ടത് എന്താ? ഏതെങ്കിലും ഒരു പെൺകുട്ടി നിക്കാഹ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ അവസരം കൊടുക്കണം എന്നാണ്. ഇവരെന്താ ചെയ്യുന്നത്? നിക്കാഹ് കഴിഞ്ഞു എന്നതിന്റെ പേരിൽ പഠനം അവിടെ നിർത്തി പുറത്താക്കി, കോഴ്സ് പൂർത്തിയാക്കാൻ അവസരം നൽകുന്നില്ല. സമസ്ത പറയുന്നത് നിക്കാഹ് കഴിഞ്ഞോട്ടെ, ചിലപ്പോ ഇപ്പൊ 18 വയസ്സ്, വിവാഹപ്രായം 21 ആക്കണം എന്ന ചർച്ചയൊക്കെ വന്നപ്പോ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിക്കുമെന്ന് ഭയപ്പെട്ട ഒരുപാട് നിക്കാഹുകളൊക്കെ നടന്ന ഘട്ടമുണ്ടായിരുന്നില്ലേ? ആ ഘട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞു കടന്നതല്ലേ? ചില അനിവാര്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ നമ്മൾ അന്നൊക്കെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻസർ രോഗിയായ ഒരു ഉപ്പ, അല്ലെങ്കിൽ ഒരു മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ഉപ്പ, കുട്ടിക്ക് 18 വയസ്സായി, മൂപ്പർക്ക് ആഗ്രഹമുണ്ട്, കാരണം ഞാൻ മരിക്കും, അല്ലാഹു ആലം, മരണം അള്ളാന്റെ അടുത്താണ്, എന്നാലും ഈ വലിയ രോഗത്തിൽ മരണം മുന്നിൽ ഡോക്ടർമാർ പറഞ്ഞു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം.
ഉപ്പാക്ക് ആഗ്രഹം ഞാൻ മരിക്കുന്നതിനും എൻ്റെ മോളെ ഒന്ന് നിക്കാഹ് ചെയ്തു വെക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹം വന്നാൽ അതിന് തടയിടാൻ പാടുണ്ടോ? ഒരു മാനുഷിക പരിഗണനയല്ലേ? ബഹുമാനപ്പെട്ട സമസ്ത ഇതിനു വേണ്ടി കത്ത് നൽകി 2021 ജനുവരി 13, 21 ഏപ്രിൽ 4 മറുപടി. എന്താ മറുപടി? നിങ്ങൾ ശ്രദ്ധിക്കണം. നിലവിലുള്ള ഭരണഘടന പ്രകാരം അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ CICക്ക് അവകാശമുണ്ട്. അതിൽ സമസ്ത ഇടപെടണ്ട, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1.5 വർഷത്തിനുള്ളിൽ ഏറെക്കുറെ 6 കത്തുകൾ സമസ്ത നൽകി. ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥയും ചർച്ചയും. 2021 നവംബർ 23 7 അംഗ പണ്ഡിത സമിതി, സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുണ്ട്, ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ മുഷാവറയിലെ 7 നേതാക്കൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പൊ എന്താ പറഞ്ഞതെന്നറിയോ? ആ ചർച്ചയിൽ വിവാഹം അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീട്ടിവെക്കാം എന്നത് ഞങ്ങൾ കിതാബ് കൊണ്ട് തെളിയിക്കാം. അത് കിതാബിയായ ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരു വെല്ലുവിളി, ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ആരോടാ പറഞ്ഞത്? സമസ്തയോട്, ഉന്നതന്മാരായ ഉസ്താദുമാരോട്. ഇങ്ങനെ അത് അംഗീകരിക്കാതെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞങ്ങളൊക്കെ അത് അംഗീകരിച്ച് സറണ്ടറായി എന്നൊക്കെ പറഞ്ഞത്.